ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്, ഫുൾ സ്റ്റിച്ചിങ് ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തായാലും ഈ ഒരു ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻവാസ് ഒക്കെ വെട്ടിയിട്ട് ക്ലോത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. ഫുൾ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുത്തു. ഫ്രണ്ടിലെ നെക്കിലെയും ബാക്കിലെ നെക്കിലെയും ക്യാൻവാസ് നമ്മൾ ചുറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ, അതായത് ലൈനിങ്ങിൽ വെക്കണ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നമ്മളിനി നമ്മുടെ കട്ട് പീസൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പീസ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇതിൽ പ്ലീറ്റ് ഇട്ട പോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഓരോ കട്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിനും ഈസി ബോൾ പിന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽ ബോൾ പിന്ന് വെച്ചിട്ട് ഒരു പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. പക്ഷേ എനിക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതായത് ഞാൻ അതൊരു വട്ടം ട്രൈ ചെയ്തതാണ്, പക്ഷേ എനിക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കട്ട് പീസ് ഇതുപോലെ പ്ലീറ്റ് ഇട്ട പോലെ ജോയിൻ ചെയ്ത് ഓരോ കട്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്യണത്. അങ്ങനെ ഞാൻ താഴത്തും അതുപോലെ തന്നെ ഫുൾ മേലെ തൊട്ടിട്ട് താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗത്തും ടോപ്പിൽ ലൈൻ പോലെയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് പീസ് ഞാൻ എങ്ങനെയാണ് ജോയിൻ ചെയ്യണതെന്ന് ഞാൻ പറയണതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓരോ പീസ് ഞാൻ വെച്ചടിക്കുക തന്നെയാണ് കേട്ടോ, വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ച് കാണില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. സ്റ്റിച്ച് കാണും ബാക്കിൽ, പക്ഷെ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോട്ടൻ്റെ സെയിം കളർ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പോർഷൻ സെയിം മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ പുറകിലായിട്ട് ജോയിൻ ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത്. ഇതുപോലെ താഴത്തേക്ക് കിടക്കുന്ന ബാലൻസ് ഞാൻ നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു കറക്റ്റ് നേരെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ താഴ്ഭാഗത്തായാലും മേൽഭാഗത്തും ഉണ്ടാവും ബാലൻസ് പീസ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെയൊക്കെ നേരെയായിട്ട് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് വശത്തേക്കാണോ പ്ലീറ്റ് ഇട്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് വശം മുതലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലീറ്റ് ഇട്ട സ്ഥലത്ത് കൂടി അല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യണം, അതായത് ഓപ്പോസിറ്റ് നിന്ന് പ്ലീറ്റ് ഇട്ട ഭാഗത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മേലെയും സ്റ്റിച്ച് ചെയ്യും, സെയിം താഴെയും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നല്ല ഉറപ്പിൽ തന്നെ ഒരു സെക്യൂർ ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ പ്ലീറ്റ് ഒക്കെ. ഇതേപോലെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന മെറ്റീരിയൽ ഫുള്ളായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാണ് കേട്ടോ. ഫുൾ പോർഷൻ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ പ്ലീറ്റ് ഇടുകയാണ് കേട്ടോ. അത് കാരണം തന്നെ മെറ്റീരിയൽ, അതായത് നമ്മുടെ ലൈനിങ് കാണാത്ത വിധം ഫുൾ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്ലീറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോന്നും ഒരേ സൈസിലുള്ള പ്ലീറ്റ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരെണ്ണം വലിപ്പം കൂടിയിട്ടും ഒരെണ്ണം വലിപ്പം കുറഞ്ഞിട്ടും അങ്ങനെ ആവാണ്ട് എല്ലാം ഒരുവിധം ഒരേ സൈസിലാവാൻ നോക്കുക. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒരേ സൈസിലെല്ലാം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് മുതലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ചോദിച്ച പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൻ്റെ മെറ്റീരിയൽ സെയിം കളറിൽ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് സെയിം അളവിൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, അതായത് ഈ ഒരു സ്റ്റിച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ കൂടെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ഫുള്ളായിട്ട് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എക്സ്ട്രാ പീസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഞാൻ ലൈനിങ് 1 ഇഞ്ചോളം ഞാൻ കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ഫുള്ള് ചുറ്റും അടിച്ച് വെച്ച ക്യാൻവാസ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ഞാൻ പ്രത്യേകം ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്കും ഫ്രണ്ടും സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ മിഡിൽ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊന്ന് പകുതി മടക്കിയിട്ട് നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോച്ച് മീൻസ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മിഡിൽ ഭാഗം കിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതാക്കണ്ട ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഓൾറെഡി നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസും ഇതുപോലെ നോച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ ഭാഗം കണ്ടിട്ട് അത് കൂടെ ഒരു വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു നോച്ചിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് താഴോട്ടാക്കി. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ സെക്യൂർ ആയിട്ട് നിന്നോളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവാസിൽ തട്ടിക്കാണ്ട് അതിന് ചുറ്റും സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മേൽഭാഗത്ത് ഒഴിച്ച് ആ ഒരു ഫുൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ കോർണറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സൂചി താഴ്ത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് തിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അത് ഫുൾ സ്ക്വയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു 1/4 ഇഞ്ച് വിടുന്നത് നമ്മൾ ക്രോസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു ക്യാൻവാസ് തിരിച്ചിടണമല്ലോ, മറച്ചിടാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് മറയില്ല കറക്റ്റായിട്ട്. അപ്പോൾ കുറച്ച് മാത്രം അവിടെ വെച്ചിട്ട്
ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ കോർണറിലും ഞാൻ ആദ്യം ക്രോസ് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഫുൾ ചുറ്റും ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസിന്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ക്യാൻവാസ് തിരിച്ചിടുക. നമ്മുടെ നല്ല തുണിമ തട്ടാണ്ട് ക്യാൻവാസിന്റെ തുമ്പത്തായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു സ്ക്വയർ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല മെറ്റീരിയലുമേ തട്ടാണ്ട് നോക്കുക. കാരണം നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് തിരിച്ചിടാനുള്ളതാണ്. അപ്പോൾ നല്ല മെറ്റീരിയൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിടുമ്പോൾ ആ ഒരു മെറ്റീരിയലും കൂടി തിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് തട്ടാതിരിക്കാനായിട്ട് നല്ല മെറ്റീരിയൽ അല്ലാണ്ട് ക്യാൻവാസുമേ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് ബാക്കിലോട്ട് മടക്കി വെച്ചിട്ട് നല്ല മെറ്റീരിയലിൻ്റെ തുമ്പത്തായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് മെറ്റീരിയൽ ടോപ്പിൻ്റെ ഭാഗം അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പാർട്ട് 1 ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുൻപിലായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ഇവിടെ നമ്മളിത് ഫുള്ളായിട്ട് ടോപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ നല്ല മെറ്റീരിയലിന് കൂടെ ഫുൾ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബാക്ക് പോർഷൻ നമ്മൾ പിന്നെ പ്ലീറ്റ് ഒന്നും ഇടുന്നില്ല. നോർമൽ നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ്ങും വെച്ചിട്ട് കൂട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനും നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ 4 സൈഡും നല്ല മെറ്റീരിയലിൽ ലൈനിങ് താഴെ വെച്ചിട്ട് ചുറ്റും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനും ക്യാൻവാസ് വെക്കാം. ക്യാൻവാസിൽ ഓൾറെഡി നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് നെക്ക് ആണ് കേട്ടോ. സ്ക്വയർ തന്നെയാണ്. ക്യാൻവാസ് രണ്ടും ഒരുമിച്ച് വെച്ച് അതിൻ്റെ മിഡിൽ കണ്ടിട്ട് മിഡിൽ നിന്ന് ഞാൻ നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയറിൻ്റെ ചുറ്റും ക്യാൻവാസിൽ തട്ടിക്കാണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇനി നമ്മൾ ഇതിനും ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ ആ ഒരു മെറ്റീരിയൽ മടക്കിയിട്ട് ഞാനൊരു 4 ഇഞ്ച് വിട്ടിട്ട് താഴത്തോട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. 4 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അത് ആവശ്യമുണ്ട് നമുക്ക്. 4 ഇഞ്ചിൻ്റെ മേലേക്ക്, അതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് കുറച്ച് വിട്ടിട്ട് താഴത്തേക്കായിട്ട് നല്ല മെറ്റീരിയലിൻ്റെ തുമ്പ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. 2 സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണ് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നല്ല വശവും ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഷോൾഡർ ക്ലോസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് 4 ഇഞ്ച് വിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്, അതായത് മറച്ചിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബാക്ക് പോർഷനിലാണ് ഈ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചേക്കണത്. അപ്പോൾ ബാക്ക് പോർഷൻ്റെ ക്യാൻവാസ് ഫ്രണ്ടിലോട്ട് ഇതുപോലെ മടക്കുക കേട്ടോ. എന്നിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുൾ ചുറ്റും നമ്മൾ അടിക്കുമ്പോൾ ബാക്കത്തെ വശത്ത് നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണല്ലോ അടിച്ചത്. അപ്പോൾ 4 ഇഞ്ച് വിട്ടത് ഇതുപോലെ തിരിച്ച് വെക്കാനാണ് ക്യാൻവാസ്. ഫുള്ളായിട്ട് അടിച്ച് വെച്ച് നമുക്ക് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് വശത്തെ ക്യാൻവാസ് ഫ്രണ്ടിലോട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1-2 സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് 1, 2 അല്ലെങ്കിൽ 3 സ്റ്റിച്ച് വരെ ചെയ്യാം സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വട്ടം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കുക ആദ്യം. അതിനുശേഷം മാത്രം 2-3 സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2-3 സ്റ്റിച്ച് എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിലെ മെറ്റീരിയൽ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ടേൺ ചെയ്യുക. ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം കേട്ടോ ടേൺ ചെയ്യുക. എന്നിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് നേർഭാഗം നമുക്കിങ്ങനെ ടേൺ ചെയ്യണം. അതായത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം മടക്കാൻ പറ്റിയത് 4 ഇഞ്ച് വിട്ടിട്ടുള്ള കാരണമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 1-2-3 സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ 2 ഷോൾഡറും ക്ലോസ് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ട്. അതായത് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെക്കാം കേട്ടോ. സ്ലീവ് നമ്മൾ ഫ്രില്ലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷോൾഡർ ക്ലോസ് ചെയ്ത ഭാഗമല്ലേ, അതായത് സ്റ്റിച്ച് ചെയ്തിട്ട് കൂട്ടിയ ഭാഗം, അതിൻ്റെ സെൻറ്ററിൽ വേണം ഈ ഒരു നോച്ച് നിൽക്കാനായിട്ട്. അതായത് സ്ലീവിൻ്റെ നോച്ച് ആ ഒരു ഷോൾഡറിൻ്റെ ക്ലോസ് ചെയ്ത ഭാഗത്ത് വേണം കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3-4 ഫ്രില്ലാണ്, അതായത് 3 ഫ്രില്ലാണ് ഒരു സൈഡിൽ ഇടുന്നത് കേട്ടോ, ഒരു പോർഷനിൽ ഇടുന്നത്. ഫ്രണ്ടിൽ ഒരു 3 ഫ്രില്ല്, അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു 3 ഫ്രില്ല്. ബാക്കി ഞാൻ പ്ലെയിൻ പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രില്ലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഭാഗത്തേക്കാണോ ഫ്രില്ല് ഇട്ടേക്കുന്നത് സെയിം നമ്മൾ അപ്പുറത്തെ സ്ലീവ് ഇടുമ്പോഴും അതേ ഭാഗത്തേക്ക് തന്നെ ഫ്രില്ലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഫ്രില്ല് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആകുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ വൃത്തികേടാവും. അപ്പോൾ ഒരേ സൈഡിലേക്ക് ഫ്രില്ലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ മടക്ക് കറക്റ്റായിട്ട് ഒരേ സൈഡിലേക്ക് വരാൻ നോക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും നമ്മളൊരു 3 ഫ്രില്ല് അല്ലെങ്കിൽ 4 ഫ്രില്ല് വെച്ചിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് അങ്ങനെ ടോട്ടൽ ഒരു 8 അല്ലെങ്കിൽ ഒരു 6 ഫ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് ഒരുവിധം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. എന്നോട് കുറേ പേര് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണ മോഡൽസ് മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. കുറേ പേര് എനിക്ക് അറിയാത്ത മോഡലൊക്കെ ഇടാൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന മോഡലൊക്കെ എനിക്ക് അറിയണമെന്നാണെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കാട്ടെ എപ്പോഴും. നമ്മുടെ സ്ലീവ് ഇതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് ഭാഗത്ത് സൈഡ് പോർഷൻ ഒരു ഭാഗത്ത് നമുക്ക് ക്ലോസ് ചെയ്യാട്ടോ. അതായത് നമ്മൾ ഫുൾ അളവൊക്കെ എടുത്തിട്ട് ബസ്റ്റും വേസ്റ്റും ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് കേട്ടോ, മറ്റേ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പാവാട അല്ലാട്ടോ അടിക്കുന്നത്, നമ്മളിത് ജോയിൻ ചെയ്യും, പക്ഷെ പാവാട പോലെയാണ് അടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്കേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ടോപ്പ് ആൻഡ് സ്കേർട്ട് എന്ന് നമ്മളൊരു ഫ്രോക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കട്ട് പീസ്, അതായത് കട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ജോയിൻ ചെയ്യില്ല. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ലൈനിങ് ഒരു 2 പീസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് മെറ്റീരിയൽ തികയാഞ്ഞപ്പോൾ നമ്മൾ സെയിം ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ തന്നെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കറക്റ്റ് എത്രയാണോ കിട്ടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെ വീട്ടിൽ അത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ പീസ് കട്ട് ചെയ്യണതൊക്കെ അത് ഞാൻ ജോയിൻ ചെയ്യാൻ കേട്ടോ ഇവിടെ. അത് നമുക്ക് 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഇതുപോലെ 2 സൈഡിലെ മെറ്റീരിയലാണ് നമുക്ക് തികയാതെ വന്നത്. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്തു. അതിന് ശേഷം ഞാൻ താഴ്ഭാഗത്ത്, അതായത് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് അടിക്കാൻ കേട്ടോ. ആദ്യം ഒരു കുഞ്ഞു മടക്കാണ് മടക്കിയേക്കണത്. ഫുള്ളായിട്ട് തന്നെ ആ ഒരു കുഞ്ഞു മടക്കിൽ ഞാൻ ചുറ്റും അടിച്ചു കൊടുത്തു. ഇത് കുറച്ചധികം ടൈം എടുത്തു കേട്ടോ. അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കിയിട്ട് ചുറ്റും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 മടക്കാണ് ഞാനിവിടെ മടക്കുന്നത്. ആദ്യം ഒരൊറ്റ മടക്കാണ് മടക്കിയത്, അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആദ്യം ഒരു മടക്കിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു, അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ലൈനിങ്ങോട് കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതായത് വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള നെറ്റിൻ്റെ മെറ്റീരിയലും കൂടിയിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം 2 സൈഡ് ഭാഗം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തം 3 ഭാഗങ്ങളാണ് കേട്ടോ ജോയിൻ ചെയ്യണത്. അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വെക്കാനുള്ള ഒരു വള്ളിയില്ലേ, അത് നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് നമ്മൾ ഫുൾ ക്ലോസ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. ഇതുപോലെ ക്ലോസ് ചെയ്യുക ഒരു സൈഡ്. അതിനുശേഷം താഴോട്ട്, മേലെന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ആ താഴ്ഭാഗത്ത് നമ്മൾ ക്ലോസ് ചെയ്യണില്ല കേട്ടോ. ഒരു സൈഡാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. ക്ലോസ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് താഴത്തേക്ക് ആക്കാൻ മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് തിരിഞ്ഞ് കിട്ടും. അതായത് നല്ല മെറ്റീരിയൽ പുറത്തേക്കും നമ്മൾ അടിച്ച ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് തിരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ വള്ളി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വള്ളി ഇതിൽ ജോയിൻ ചെയ്യണം. അതിന് മുന്നേയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് നമ്മൾ സ്കേർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ടോപ്പിൻ്റെ ഒരു സൈഡല്ല നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തുറന്നിട്ടായിരുന്നു, മറ്റേ സൈഡ് ക്ലോസ് ആണ്. അത് ഓൾറെഡി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തുറന്ന വശം ആദ്യം ഒരുമിച്ച് വെച്ചിട്ട്, അതായത് നല്ല വശത്ത് വെച്ചിട്ട് രണ്ടും കൂട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ തുമ്പത്ത് വേണം അടിക്കാനായിട്ട്. കുറച്ച് കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെങ്ത്ത് വേസ്റ്റിൻ്റെ അത്ര കിട്ടില്ല ടോപ്പിന്. അപ്പോൾ തുമ്പത്ത് ഫുള്ളായിട്ട് തന്നെ വേസ്റ്റിൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കുക കേട്ടോ. അത് ഫുള്ളായിട്ട് ചുറ്റും അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വശം നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ആ ഒരു വശം നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇനി വള്ളി വെക്കുന്നുണ്ട്. അപ്പോൾ വള്ളി തുറന്ന വശം പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം അടിക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ തുറന്ന വശം പുറത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സൈഡ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ താഴ്ഭാഗത്ത് മടക്കി അടിക്കുന്നില്ല കേട്ടോ. അത് മടക്കി അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയിരുന്നു. അപ്പം ഞാൻ മടക്കി അടിക്കുന്നില്ല, സാധാ പോലെ നെറ്റ് അങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറക്റ്റ് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് സാധാ പോലെ അങ്ങനെ ഇടുകയാണ് ചെയ്യണത്. മടക്കി അടിക്കുന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ താഴ്ഭാഗം വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ സ്റ്റിച്ചിങ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കളയാം കേട്ടോ. നമ്മൾ കഴുത്തിൻ്റെ ചുറ്റും ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. കഴുത്തിന് ചുറ്റും നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. സ്ക്വയറിനൊക്കെയാണ് സ്ലീവ് ഫ്രില്ലൊക്കെ വെച്ചിട്ട് ബാക്കിൽ കെട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനത് ആ ഒരു മാനിക്യൂരിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതല്ലാട്ടോ ശരിക്കുള്ള കളർ കുറച്ച് ഡാർക്ക് കളറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.